ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ചിന്നു ആ വഴിപാട് ചെയ്യാനായി തയ്യാറാവാണ്. കർപ്പൂര ദീപം തെളിയിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിനാണ് ചിന്നു തയ്യാറാവുന്നത്. അനന്തനും മുകുന്ദനും അച്ചുവും ആണെങ്കിൽ ചിന്നുവിനെ തെരഞ്ഞിറങ്ങിയതാണ്. ഈ സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ചിന്നുവിനെ കുറിച്ച് ഒന്നും അറിയാനായി സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ എത്തുകയാണ് അനന്തനും അച്ചുവും. ആ ഓട്ടോക്കാരനോട് ചിന്നുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ കുട്ടിയെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഈ കുട്ടിയെ, ഞാനാണ് അതിരാവിലെ ഈ കുട്ടിയെ മരുതംകുളം മുരുകൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വിട്ടത്. ആ ഓട്ടോക്കാരൻ പറയുമ്പോൾ അച്ചു അനന്തനോട് ചോദിക്കുന്നുണ്ട്, അതിരാവിലെ അവൾ എന്തിനാണ് ഇത്രയും ദൂരത്തുള്ള മുരുകൻ ക്ഷേത്രത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ അനന്തം പറയുന്നുണ്ട്, എന്തായാലും അവൾ അവിടെ ഉണ്ടാവും, നമുക്ക് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ബൈക്കെടുത്തുകൊണ്ട് രണ്ടുപേരും മുരുകൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി മുകുന്ദനെയും അവർ അറിയിക്കുന്നുണ്ട് ചിന്നു അവിടെ ഉണ്ടെന്ന്. അതിനുശേഷം തിരുമേനി വന്ന് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, കുട്ടിക്ക് ഈ വഴിപാട് നടത്താൻ ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഓർക്കുകയാണ് ചിന്നു. പിന്നീട് തിരുമേനിയോട് ചിന്നു പറയുന്നുണ്ട്, എനിക്ക് ഈ വഴിപാട് എന്തായാലും ചെയ്യണം, ഒരാപത്തുമില്ലാതെ എന്റെ അമ്മ തിരിച്ചു വരാനാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഇതെന്തായാലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ചിന്നു പറയുമ്പോൾ തിരുമേനി ശരിയെന്ന് പറഞ്ഞ് ചിന്നുവിന്റെ ഉള്ളം കൈ നീട്ടാൻ പറയാണ്. എന്നിട്ട് കയ്യിൽ ഭസ്മം വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനു മുകളിൽ കർപ്പൂരം വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കർപ്പൂര ദീപം കത്തിച്ചുകൊണ്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ഇനി പ്രദക്ഷിണം ചെയ്തോളൂ എന്ന്. ചിന്നുവിന്റെ ആ പ്രദക്ഷിണം കണ്ട് എല്ലാവരും തന്നെ ചിന്നുവിനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. കൈ പൊള്ളി നല്ല വേദനയുണ്ടെങ്കിലും ചിന്നു അതെല്ലാം മറന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രദക്ഷിണം നടത്തുകയാണ്. അപ്പോഴേക്കും ഓട്ടോക്കാരൻ പറഞ്ഞതനുസരിച്ച് അനന്തനും മുകുന്ദനും അച്ചുവും കൂടി മുരുകൻ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ചിന്നുവിനെ തെരഞ്ഞ് അമ്പലത്തിനുള്ളിലേക്ക് ഓടി കയറി വരികയാണ് അവര്. ചിന്നു ആണെങ്കിൽ പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ തളർന്ന് ചിന്നു ബോധം കെട്ട് വീഴുകയാണ്. ചിന്നുവിനെ കണ്ട് അപ്പോഴേക്കും അനന്തനും മുകുന്ദനും അച്ചുവും ഓടി വരുന്നുണ്ട്. ബോധം കെട്ട് കിടക്കുന്ന ചിന്നുവിനെ അവർ വിളിക്കുന്നുണ്ടെങ്കിലും ചിന്നുവിന് ഒരു അനക്കവുമില്ല. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചിന്നുവിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം വിജയ് ശങ്കറും ജഗദീഷ് വക്കീലെല്ലാം അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ തന്റെ ഓഫീസിലേക്ക് ദീപ്തിയെയും വസുവിനെയും കൊണ്ടുവരാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, അവരൊന്നും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല സാർ എന്ന് പറയുന്നുണ്ട്. ജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് അവരോട് നേരിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ദീപ്തിയും വസുവും വരികയാണ്. വിജയ് ശങ്കർ എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇരിക്കുകയെന്ന് പറയുമ്പോൾ വസു നോ താങ്ക്സ് എന്ന് പറയാണ്. എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, അർച്ചനയെ കുറിച്ച് സാറിന് വല്ല വിവരം കിട്ടിയോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അർച്ചനയെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എനിക്ക് പ്രശ്നം അർച്ചന മാത്രമാണ്, അവളുടെ ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു എതിരാളിയായി, അതല്ലേ സത്യം, നിങ്ങളും ഈ ജഗദീഷും രവിയും എല്ലാവരും ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം, ഈ തൊഴിലുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, അതിനു പറ്റിയ ഏറ്റവും നല്ല താവളം എന്റെ ഓഫീസാണെന്ന് ജഗദീഷും രവിയും തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വന്നു, അതുകൊണ്ട് ഇവർക്കിപ്പോൾ ധാരാളം അവസരം കിട്ടുന്നുണ്ട്, നിങ്ങൾ അതുപോലെയാണോ, അച്ഛൻ ഒരിക്കലും നിങ്ങളെ വളരാൻ അനുവദിക്കില്ല, അവളുടെ ഈഗോ ഒരിക്കലും അതിന് സമ്മതിക്കില്ല, അവളേക്കാൾ കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അർച്ചന നന്നാവും, നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അർച്ചന അസോസിയേറ്റ്സ് വിടണം, എന്റെ ഓഫീസിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഞാൻ ചെയ്തു തരാം, കൈ നിറയെ കേസുണ്ടാവും, ഇൻഡിപെൻഡന്റ് ആയി നിന്നുകൊണ്ട് നിങ്ങൾക്ക് പേരെടുക്കാം, ഇതിലൂടെ തന്നെ ഇഷ്ടം പോലെ പണവും കിട്ടും, വിജയ് ശങ്കറിന്റെ ഈ ഓഫർ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്, ഞാൻ തയ്യാറല്ല എന്ന് പറയാണ്. ഇത് കേട്ട് വിജയ് ശങ്കറും ജഗദീഷ് വക്കീലും രവിയും എല്ലാം ആകെ ഷോക്കാവുന്നുണ്ട്. ദീപ്തി എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഓഫർ ഞാൻ നിരസിക്കുന്നു, കൂടെ നിൽക്കുന്നവരെ ചതിച്ചുകൊണ്ട് മറുകണ്ഠം ചാടുന്നവളല്ല ഈ ഞാൻ, അച്ഛനെ എനിക്ക് നന്നായി അറിയാം, അവളുടെ കൂടെ തന്നെ ഞാൻ ഇനിയും നിൽക്കും, അതുകൊണ്ട് എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാമെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനിയും ഞാൻ ബാക്കി പറയാം, അർച്ചനയുടെ മിസ്സിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കളി ഇനി വേണ്ട, തിരിച്ചു വരാത്ത ഒരു യാത്രയിലേക്കല്ല പോയിരിക്കുന്നത്, അത് നിങ്ങൾ ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി വസുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വിജയ് ശങ്കർ അപ്പോ വസുവിനും ഇത് തന്നെയാണോ താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ വസു പറയുന്നുണ്ട്, പണം ആഗ്രഹിച്ചിട്ടല്ല ഞാൻ അർച്ചന മേഡത്തിന്റെ കൂടെ കൂടിയത്, നിങ്ങൾ ഇനി എത്രയൊക്കെ പൊന്നു തരാമെന്ന് പറഞ്ഞാലും അർച്ചന അസോസിയേറ്റ്സ് വിട്ട് ഞാന് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് വസു
നീസു അവിടെ നിന്നും പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ആകെ നാണം കെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വിജയ് ശങ്കർ അവരോട് പറയുന്നുണ്ട്, ഞാഞ്ഞോള് വരെ കൈപൊക്കുന്നു, ഞാൻ കാണിച്ചു കൊടുക്കാം എല്ലാത്തിനെയും എന്ന് ദേഷ്യത്തോടെ പറയാണ്. അതിനുശേഷം അർച്ചനയെ കാണിക്കുന്നുണ്ട്. ആ കാട്ടിനുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ അർച്ചന ചിന്നുവിനെയും ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അർച്ചനയുടെ കരച്ചിൽ കേട്ടാണ് രക്ഷകൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. പുറത്തേക്ക് വന്ന് നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അർച്ചന എന്നാൽ എന്തിനാണ് ഏതിനാണ് കരയുന്നതെന്നൊന്നും ആ രക്ഷകനോട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒടുവിൽ അർച്ചനയുടെ സങ്കടം കണ്ട് ആ രക്ഷകൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പോവണ്ടേ, പോവാനായി ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പോ അർച്ചന വേഗം സന്തോഷത്തോടെ ബാഗും എടുത്തുകൊണ്ട് ആ രക്ഷകന്റെ കൂടെ പോവുകയാണ്. അതിനുശേഷം ചന്ദ്ര ഒരു മാധ്യമ പ്രവർത്തകനെ പോയി കാണുന്നുണ്ട്. അർച്ചനയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ വനിതാ വക്കീൽ. ഇവളെ പരിചയമില്ലാത്ത ആണുങ്ങൾ കുറവായിരിക്കും, അതുകൊണ്ടാണല്ലോ 40-കാരിയും 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയുമായ ഇവൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയത്. ആ യുവാവിന്റെ ഫോട്ടോ ഒന്നും ഇല്ല, പക്ഷേ ആ യുവാവിന്റെ കൂടെയാണ് പോയതെന്ന് സത്യമാണ്. ഇന്നലെ രാവിലെ മുതൽ ആളെ കാണാനില്ല, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, എന്നാലും തെളിവുകളോ സാക്ഷിയോ ഇല്ലാതെ ഇതെങ്ങനെ ഞങ്ങൾ വാർത്ത കൊടുക്കും, ഇത് ഞങ്ങളുടെ ചാനലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണെന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് ക്രെഡിബിലിറ്റി? ഈ ന്യൂസ് ചാനലിലൂടെ എന്തൊക്കെ വാർത്തകളാണ് നിങ്ങൾ പുറത്തുവിടുന്നത്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ് വിജയ് ശങ്കർ നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ വാർത്ത കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കുറച്ച് ക്യാഷ് എടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ്. ഇനിയും വാർത്ത കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഇതിലിപ്പോൾ 50,000 രൂപയുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്ര അത് കൊടുക്കുമ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ ആ പണം വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ശരി, എനിക്ക് വാർത്ത കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഒരു സംശയം, വക്കീല് നാട്ടിലെ യുവാവിനൊപ്പം ഒളിച്ചോടി പോയി എന്നുള്ളത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, 150% ഉറപ്പാണ്, നിങ്ങൾ ധൈര്യമായി തന്നെ ന്യൂസ് കൊടുത്തോ, ന്യൂസിൽ ഇവളുടെ പേരും വീട്ടുപേരും എടുത്തു പറയണം, യുവാവിന്റെ പേരിപ്പോ പറയണ്ട എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, ഓക്കെ മേഡം, ഇത് വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാണ്. ചന്ദ്ര അപ്പോ ശരി, ന്യൂസ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്ര എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛനെ കുറിച്ച് വാർത്ത വരുമെന്നുള്ള കാര്യം ഉറപ്പായി, ഇതോടെ എന്തായാലും അമ്പാട്ട് കുടുംബം നാറി നാണം കെടുമെന്ന് സന്തോഷിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം അർച്ചനയ്ക്ക് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ആ രക്ഷകനും അർച്ചനയും കൂടി അങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് അർച്ചന ഒരു കൊക്കയിലേക്ക് വീഴാനായി പോകുന്നുണ്ട്. അപ്പോഴേക്കും ആ രക്ഷകൻ വന്ന് അർച്ചനയെ പിടിക്കുന്നുണ്ട്. ആ രക്ഷകൻ അർച്ചനയെ പിടിക്കുന്നത് ഒട്ടും തന്നെ അർച്ചനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി നിങ്ങൾ പിടിക്കണ്ട, അതിനുള്ള അനുവാദമൊന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ രക്ഷകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങിച്ച് നിങ്ങളെ ഞാൻ പിടിക്കാൻ നിന്നിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ നേരെ വീട്ടിലേക്കല്ല ഹോസ്പിറ്റലിലേക്ക് പോയേനെ എന്ന് രക്ഷകൻ പറയുന്നുണ്ട്. പിന്നീട് അവരങ്ങനെ നടക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.